ഗജരാജവീരൻ തെച്ചിക്കോട്ടുകാവ് രാമേന്ദ്രൻ ഇതാ എഴുന്നള്ളുന്നേ എന്ന് ഏറ്റു പറഞ്ഞുകൊണ്ട് ഓരോ പൂരപ്രേമിയും രാമനെ എഴുന്നള്ളിക്കുന്ന, രാമനെ ആനയിക്കുന്നതിൻ്റെ ഒരു അഭിമാനം ഉൾക്കൊണ്ടുകൊണ്ട് തന്നെയാണ് അവർ ഓരോരുത്തരും തെച്ചിക്കോട്ടുകാവ് രാമേന്ദ്രനെ അനുഗമിക്കുന്നത്. വഴി നീളെ സ്വീകരണമാണ്. തെച്ചിക്കോട്ടുകാവ് രാമേന്ദ്രന് അഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ട് ആരവങ്ങൾ മുഴക്കിക്കൊണ്ട് ആയിരങ്ങൾ പഞ്ചവാദ്യത്തിൻ്റെ അകമ്പടിയോടുകൂടിയാണ് തെച്ചിക്കോട്ടുകാവ് രാമേന്ദ്രൻ ചെമ്പുകാവ് ഭഗവതിയുടെ തിടമ്പേറ്റിക്കൊണ്ട് വടക്കുന്നാഥ ക്ഷേത്ര സന്നിധിയിലേക്ക് എത്തുന്നത്. ഇത് വഴിയുടനീളം തന്നെ ഈ കാൽ നടക്കാൻ പറ്റാത്ത വിധം അത്തരത്തിലുള്ള ഒരു ആൾക്കൂട്ടം തന്നെ നമുക്ക് അനുഭവപ്പെടുന്നു. ആ ഒറ്റ പേര് മോശം പറഞ്ഞതുപോലെ ആ ഒരു പേരിലേക്ക് ഈ മണിക്കൂറിൽ തൃശ്ശൂർ ഒതുങ്ങുന്നു എന്ന് വേണമെങ്കിൽ നമുക്ക് വിശേഷിപ്പിക്കാം. ഈ രാമന്റെ പകിട്ടിന് അന്നും ഇന്നും എക്കാലവും ഉയർന്നു തന്നെ നിൽക്കുന്നു. ആ തലയെടുപ്പോടെയുള്ള രാമനെ കാണാൻ ആയിരങ്ങൾ എല്ലാ കാലവും എത്തുന്നു എന്നുള്ളത് തന്നെയാണ്. എന്താണ് രാമനെ ആ തലയെടുപ്പെന്ന് കാണേണ്ട തന്നെയാണ്. പിന്നെന്താ, രാമൻ ഇറങ്ങുന്നത് കണ്ടിട്ട് ഇറങ്ങുന്നത് കാണാൻ വേണ്ടിയിട്ട് രാവിലെ എണീറ്റ് പോകുന്നത്. അത് പല ദിക്കുകളിൽ നിന്നൊക്കെ ആളുകൾ രാത്രി 2 ദിവസം മുന്നേ ഒക്കെ വരുന്നുണ്ട്. ഞങ്ങൾ മലപ്പുറത്ത് മലപ്പുറംകാരാണ് വന്നിട്ടുള്ളത്. അത് ഇത് തന്നെയാണ് നമ്മൾ പറയുമ്പോൾ തന്നെ മോത്തി കാണുന്നത്. മലപ്പുറത്ത് നിന്ന് വന്ന ആളുകളെ കാണുന്നത്. അതെ അതെ. എന്ന് വന്നതാ? ഞങ്ങൾ 2 ദിവസമായി രാമനെ കാണാൻ വേണ്ടി തന്നെ എത്തിയതാണല്ലേ? പൂരം ഇപ്രാവശ്യം നമുക്ക് ദുഃഖകരമായ പല സംഭവങ്ങളും ഉണ്ടായതിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ എല്ലാ വർഷവും വരാറുണ്ട്. അത്തരത്തിൽ മലപ്പുറത്ത് നിന്ന് വന്ന ആളുകളെ കാണുന്നു നമ്മൾ. ഇത് വാക്കുകൾ പോലും നമുക്ക് ആവശ്യമില്ല രാമന്റെ പകിട്ട് വിശേഷിപ്പിക്കുക. പക്ഷെ കാണുന്തോറും മതി വരുന്നില്ല എന്ന് പറയുന്നത് പോലെയാണ് തെച്ചിക്കോട്ടുകാവ് രാമേന്ദ്രനെ, അവരുടെ പ്രിയപ്പെട്ട രാമനെ പൂരപ്രേമികൾ കാണുന്നത്. ഓരോ നിമിഷവും അത് ആസ്വദിച്ചുകൊണ്ട് അവരെ രാമനെ അനുഗമിച്ച് നടക്കുമ്പോൾ അവരുടെ മനസ്സിലുള്ള ഒരു നിർവൃതിയുണ്ട്, ഒരു ചാരിതാർത്ഥ്യമുണ്ട്. അത്തരത്തിൽ രാമന്റെ എഴുന്നള്ളിപ്പിനൊപ്പം ഇങ്ങനെ പോകുമ്പോൾ തന്നെ ഒരു അഭിമാനം അല്ലേ? പിന്നെ ഇതിന് വലിയൊരു അഭിമാനം വരുന്നുണ്ടോ? ആളുകളൊക്കെ പല ദിക്കുകളിൽ നിന്നും ദേശത്തു നിന്നൊക്കെ എത്തിയവരാണ്. ഇന്നലെ രാത്രി വന്ന് ഇവിടെ തമ്പടിച്ചിരിക്കുന്നത്. ആ തലയെടുപ്പ്, ആ പകിട്ട് അല്ലെ, എത്ര വിശേഷിപ്പിച്ചാലും മതിയാവില്ല. ഓരോ കൊല്ലവും രാമനെങ്ങനെ നമ്മൾ വിശേഷിപ്പിക്കുക തന്നെയാ. രാമന്റെ ആ ഒരു പകിട്ടിനെ കുറിച്ച് പറഞ്ഞു തരുമായിരുന്നു. രാമൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തൃശ്ശൂർക്കാരുടെ മാത്രമല്ല, കേരളത്തിലുള്ള ഒട്ടാകെ ജനങ്ങളുടെ ഒരു വികാരമാണ് രാമൻ. രാമൻ എവിടെയുണ്ടോ അവിടെ ജനം കൂടും. അതിന്റെ ഒരു ഉദാഹരണം ഇത് കാണുന്നത്. അതെ, ഈ ജനസാഗരത്തിന്റെ നടുവിലൂടെ നമ്മൾ നടന്നു പോകുന്നല്ലേ. ഈ ജനം കണ്ടാൽ മതി. ഇത്ര വർഷം ഇവിടെ ഇത് 2ാമത്തെ വർഷമാണ് രാമൻ വരുന്നത്. ആ ഒരു പൊലിമ നമുക്ക് ഇതിനോട് കിട്ടും. അതെ, തുടർച്ചയായി 2ാം വർഷമാണ് ചെമ്പുകാവിൽ അമ്മയുടെ തിടമ്പേറ്റിക്കൊണ്ട് രാമൻ വടക്കുന്നാഥ ക്ഷേത്ര സന്നിധിയിലേക്ക് പോകുന്നത്. അത് ഈ പറഞ്ഞതുപോലെ തന്നെ ജനസാഗരത്തിന്റെ നടുവിലൂടെ നടന്നു ഓരോരുത്തർക്കും രാമനെ അനുഗമിക്കുന്നതിന്, രാമനെ ആനയിക്കുന്ന ഒരു പ്രതീതിയാണ്. അതിൻ്റെ ഒരു അഭിമാനമാണ് എന്നുള്ളത് തന്നെയാണ്. ഓരോ കൊച്ചു കുരുന്നുകളുണ്ട്, വനിതകളുണ്ട്, പ്രായഭേദമന്യുള്ള ആളുകളെല്ലാം ഒരേ ആവേശത്തോടെ, ഒരേ ഐക്യത്തോടെ തെച്ചിക്കോട്ടുകാവ് രാമൻ എന്ന ആരവങ്ങൾ മുഴക്കിക്കൊണ്ട് പഞ്ചവാദ്യത്തിനൊപ്പം പെരുവിരലുകൾ വാനിലേക്ക് ഉയർത്തിക്കൊണ്ട് രാമനെ അഭിവാദ്യം ചെയ്യുന്ന ആളുകൾ നമ്മളെ കണ്ടുകൊണ്ടേ ഇരിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. ഓരോ മൊബൈൽ ക്യാമറകളിലും തെച്ചിക്കോട്ട് രാമേന്ദ്രന്റെ ആ നെറ്റിപ്പട്ടം, ആ തലയെടുപ്പോടെ തന്നെ ചാർത്തിയെടുക്കുന്ന ആളുകളെ രാമനെ കാണാൻ വന്നാലേ എല്ലാ പൂരത്തിനും വരാറുണ്ടോ? എന്താണ് രാമന്റെ ഒരു തലയെടുപ്പ് കണ്ടിപ്പോ പറയാനുള്ളത്? അടിപൊളിയായിട്ടുള്ളൂ. രാമനെ കാണാൻ വന്നതാണ്. രാമന്റെ ഒരു പകിട്ടും തലയെടുപ്പൊക്കെ കാണുമ്പോൾ എന്ത് തോന്നുന്നു? രാമനെ കാണാൻ എത്തിയാണല്ലേ? ഞങ്ങള് ഗുരുവായൂരമ്പലത്തിൽ നിന്ന് വരുന്ന വഴിയാണ്. അപ്പോൾ ഏതായാലും ആനയെന്ന് പറഞ്ഞാൽ തന്നെ സൗന്ദര്യമാണ്. എല്ലാ കോണിൽ നിന്ന് നോക്കിയാലും സൗന്ദര്യമാണ്. ആനയെ കണ്ടതുപോലെ എന്ന് പറയാറുണ്ട്. പല ഭാഗത്തു നിന്നും കിട്ടുന്ന കാഴ്ച, ആ കാഴ്ച നൽകുന്ന അനുഭവം വ്യത്യസ്തമാണ്.